നമസ്കാരം. വീണയൻ വാർത്താ ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Spinner Pipes, manufacturers of HDPE and PVC pipes. Think irrigation, think Spinner. രാഹുൽ ടൈൽസ് ആൻഡ് സാനിറ്ററീസ്, കോവിലകത്തുംപാടം, കേരള ബാങ്കിന് മുൻവശം, തൃശൂർ. അടുക്കളയ്ക്ക് സൗമ്യ സുഗന്ധവും വിഭവങ്ങൾക്ക് രുചിയും. കേരളത്തിന്റെ സഹകരണ ശുദ്ധി ഗ്രീൻ മൈത്രി വെളിച്ചെണ്ണ, ഒരു പെരിങ്ങണ്ടൂർ സർവീസ് സഹകരണ ബാങ്ക് ഉൽപ്പന്നം. ചാലക്കുടി പോട്ടയിൽ പട്ടാപ്പകൽ ബാങ്ക് കവർച്ച. ജീവനക്കാരെ കത്തികാട്ടി ഭീഷണിപ്പെടുത്തി 15 ലക്ഷം രൂപ കവർന്നു. ഇരുചക്ര വാഹനത്തിൽ മുഖം മൂടി ധരിച്ചെത്തിയ യുവാവാണ് പകൽ കൊള്ള നടത്തിയത്. പോട്ട ഫെഡറൽ ബാങ്ക് ശാഖയിലാണ് കൊള്ള നടന്നത്. ലഞ്ച് ബ്രേക്ക് സമയത്തായിരുന്നു നാടിനെ ഞെട്ടിച്ച കൊള്ള. ക്യാഷ് കൗണ്ടർ തകർത്താണ് 2.5 മിനിറ്റ് കൊണ്ട് പണം അപഹരിച്ചത്. അന്വേഷണം ഊർജിതമാക്കി പോലീസ്. കൊള്ള നടന്നത് സുരക്ഷാ ജീവനക്കാരില്ലാത്ത ബാങ്കിൽ. പ്രണയദിനത്തിൽ വേറിട്ട പരിപാടിയൊരുക്കി ആര്യാമ്പാടം ലയൺസ് ക്ലബ്ബ്. പ്രണയം രക്തത്തോടാകണം എന്ന സന്ദേശവുമായി അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസുമായി സഹകരിച്ച് മെഗാ രക്തദാന ക്യാമ്പ്. ആര്യാമ്പാടം സർവോദയം സ്കൂളിൽ ജീവരക്തം നൽകാനെത്തിയത് സമൂഹത്തിന്റെ വിവിധ കോണുകളിൽ നിന്നുള്ള ഒട്ടേറെ പേർ. ലയൺസ് ക്ലബ്ബ് GET കോർഡിനേറ്റർ PJ ജോർജ് കുട്ടി ഉദ്ഘാടനം ചെയ്തു. തൊഴിൽ നികുതി ക്രമാതീതമായി വർദ്ധിപ്പിച്ച നടപടിയിൽ പ്രതിഷേധം. വ്യാപാര സ്ഥാപനങ്ങളിലെ മാലിന്യം നീക്കുന്നതിന്റെ പേരിൽ ഹരിതകർമ്മസേന വ്യാപാരികളെ ദ്രോഹിക്കുന്നതായി കുറ്റപ്പെടുത്തൽ. മാലിന്യം ഒട്ടുമില്ലാത്ത സ്ഥാപനങ്ങളിൽ നിന്നുവരെ യൂസേഴ്സ് ഫീ പിരിക്കുന്നതായി വ്യാപാരി വ്യവസായി ഏകോപന സമിതി. വടക്കാഞ്ചേരി നഗരസഭാ ഓഫീസിന് മുന്നിൽ ധർണ. ചെയർമാൻ PN സുരേന്ദ്രന് നിവേദനം നൽകി. കോഴിക്കോട് കൊയിലാണ്ടി മണക്കുളങ്ങര ക്ഷേത്രത്തിൽ ഉത്സവത്തിനിടെ ആനയിടഞ്ഞ് 3 പേർ മരണമടഞ്ഞ സംഭവം. സ്വമേധയാ ഇടപെട്ട് ഹൈക്കോടതി. ആന ഉടമകളായ ഗുരുവായൂർ ദേവസ്വം ഉദ്യോഗസ്ഥർക്കും ക്ഷേത്ര ഭരണസമിതിക്കുമെതിരെ കേസെടുക്കും. ഗുരുവായൂർ ദേവസ്വം ഉദ്യോഗസ്ഥർ തിങ്കളാഴ്ച കോടതിയിൽ ഹാജരായി വിശദീകരണം നൽകണം. എന്തിനാണ് ആനയെ ദൂരത്തേക്ക് കൊണ്ടുപോയതെന്ന് കോടതിയുടെ ചോദ്യം. ആനകളുടെ ഭക്ഷണ, യാത്ര ഉൾപ്പെടെയുള്ള വിവരം നൽകണം. വനം വകുപ്പിനോടും കോടതി വിശദീകരണം ആവശ്യപ്പെട്ടു. സംസ്ഥാന സർക്കാർ നേരിടുന്ന കടുത്ത സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ ഭാരതപ്പുഴയിൽ കൈവയ്ക്കാൻ സർക്കാർ. കിഫ്ബി റോഡുകളിൽ നിന്ന് ടോൾ പിരിക്കാനുള്ള നീക്കം സജീവമാക്കുന്നതിന് പിന്നാലെ ഭാരതപ്പുഴയിലെ മണൽ ഖനനത്തിനും ആലോചന. കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ നേതൃത്വത്തിൽ മണൽ ഖനനത്തിന് പദ്ധതി. ഡ്രഡ്ജറുകളും എക്സ്കവേറ്ററുകളും ഉപയോഗിച്ചായിരിക്കും ഖനനം. 250 കോടിയിലേറെ രൂപയുടെ മണൽ വാരുന്നതിനാണ് നീക്കം. മസ്തകത്തിൽ മുറിവേറ്റ നിലയിൽ അതിരപ്പിള്ളി മേഖലയിൽ അതീവ അവശനിലയിൽ കണ്ടെത്തിയ കാട്ടാനയെ വീണ്ടും മയക്കുവെടി വെച്ച് പിടികൂടി വിദഗ്ധ ചികിത്സ നൽകും. ആന അതീവ ക്ഷീണിതനെന്ന് വനപാലക സംഘം. മയക്കുവെടി വെച്ചാൽ ജീവൻ നഷ്ടപ്പെടുമോ എന്ന ആശങ്ക പങ്കുവെച്ച് വെറ്ററിനറി സർജൻ ഡോക്ടർ അരുൺ സക്കറിയ. 2 ദിവസം കൂടി കൊമ്പനെ നിരീക്ഷിക്കും. ഉൾക്കാട്ടിലേക്ക് തിരിച്ചു പോകാതെ ആന. മുറിവിൽ മണ്ണ് വാരിയിട്ടും വെള്ളം തെളിച്ചും അസ്വസ്ഥത പ്രകടിപ്പിച്ച് കൊമ്പൻ. വടക്കാഞ്ചേരിയുടെ ജനവാസ മേഖലയിൽ കാട്ടാന ആക്രമണം തടയുന്നതിന് പ്രതിരോധ നടപടികൾ ശക്തമാക്കണമെന്ന് സേവ്യർ ചിറ്റിലപ്പള്ളി MLA. നിയമസഭയിൽ വീണ്ടും സബ്മിഷനിലൂടെ ജനകീയ വിഷയം സർക്കാരിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന് സേവ്യർ. അകമല ഫോറസ്റ്റ് സ്റ്റേഷൻ തുറന്ന് പ്രവർത്തിപ്പിക്കാൻ നടപടി വേണം. ആന സഞ്ചാര മേഖലയിൽ സോളാർ ഫെൻസിംഗ് സ്ഥാപിക്കണമെന്നും ആവശ്യം. മച്ചാട് മാമാങ്കത്തിന്റെ ആഹ്ലാദ ആരവ നിറവിൽ തട്ടകങ്ങൾ. മുഖ്യ പങ്കാളിത്ത ദേശം മണലിത്രയ്ക്ക് വേറിട്ട പരിപാടികൾ. ദേശത്തിന്റെ മാമാങ്ക ചടങ്ങുകൾക്ക് ശനിയാഴ്ച തുടക്കമാകും. മണലിത്ര അയ്യപ്പൻകാവിൽ 3 കുതിരകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കും. നാടുണർത്തൽ 17-ന്. പാരമ്പര്യ കലാരൂപങ്ങൾ ഉൾപ്പെടുത്തിയുള്ള ഘോഷയാത്ര നടക്കും. സാമ്പിൾ വെടിക്കെട്ട് ദിനമായ ഞായറാഴ്ചയും മാമാങ്കതരമായ ചൊവ്വാഴ്ചയും വെടിക്കെട്ട് നടത്താൻ ഹൈക്കോടതി
ദേശത്തിന് അനുമതി നൽകി. മാമാങ്ക വെടിക്കെട്ടിന് അനുമതി ലഭിച്ച ഏക ദേശം മണലിത്തറ. ശബരിമലയിൽ ദേവഹരിതം തെച്ചിപ്പൂങ്കാവനമൊരുക്കി പാർലിക്കാട് സ്വദേശി ഡോക്ടർ ഐശ്വര്യ സുരേഷ് നട്ടുപിടിപ്പിച്ചത് 2000 ഹൈബ്രിഡ് തെച്ചി തൈകൾ. ഏർപ്പെട്ടത് അയ്യപ്പ ഭഗവാന് പൂജാ പുഷ്പമൊരുക്കിയുള്ള മഹനീയ യജ്ഞത്തിൽ. തലപ്പള്ളി താലൂക്ക് ഓഫീസിലെത്തി ഗൈനക്കോളജി ഡോക്ടറെ കാണാൻ ടോക്കൺ വേണമെന്ന് ജനങ്ങൾക്കിനി ആവശ്യപ്പെടാനാകില്ല. സർക്കാർ ഓഫീസ് സമുച്ചയത്തിലെ ഡോക്ടറുടെ ബോർഡ് അധികൃതർ കടലാസൊട്ടിച്ചു മറച്ചു. വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് നിരോധിച്ചുകൊണ്ടുള്ള ബോർഡ് ജനങ്ങൾ കാണുന്ന വിധത്തിൽ പ്രദർശിപ്പിച്ചു. വീണയൻ ന്യൂസിനെ തുടർന്നാണ് നടപടി.